UI UX എന്ന് പറയുമ്പം ഞാൻ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്തത്. യൂട്യൂബ് വീഡിയോസും എല്ലാം കണ്ടിട്ടായിരുന്നു വന്നത്. പക്ഷെ അതിനെക്കാട്ടും ഡീപ്പായിട്ടായിരുന്നു ഇവിടെ പഠിപ്പിച്ചതും. ഹായ്, ഞാൻ നീഹ, UI UX ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് നീറ്റിന് ജോയിൻ ചെയ്തായിരുന്നു. ഫാമിലി പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ആണെന്നായിരുന്നു അവരുടെ ആഗ്രഹം. സോ 2 years ഞാൻ റിപ്പീറ്റ് ചെയ്തു. വീഡിയോസിന് കിട്ടി, പക്ഷെ വീഡിയോസ് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. സോ ഞാൻ പിന്നെ എൻ്റെ പാഷൻ ഓവർ പ്രഷർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് UI UX എത്തിവിടുന്നത്. UI UX എന്ന് പറയുമ്പം ഞാൻ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്തത്. യൂട്യൂബ് വീഡിയോസും എല്ലാം കണ്ടിട്ടായിരുന്നു വന്നത്. പക്ഷെ അതിനെക്കാട്ടും ഡീപ്പായിട്ടായിരുന്നു ഇവിടെ പഠിപ്പിച്ചതും. ഓഫ്ലൈൻ ബാച്ച് ആയതുകൊണ്ട് പ്രാക്ടിക്കലി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ UX ആയാലും എല്ലാത്തിലും ലൈക്ക് യൂസർ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ടായിരുന്നു, കാർഡ് സോർട്ടിങ്, ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ, പിന്നെ എവറി ഡേ ലൈക്ക് ഒരു സ്റ്റാൻഡപ്പ് പോലെ നടത്തായിരുന്നു ക്ലാസ്സിൽ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇതുവരെ ചെയ്ത വർക്ക്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ സ്പീക്കപ്പ് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്. ലൈക്ക് വീക്ക്ലി ട്വൈസ് സ്പീക്കപ്പ് സെഷൻസ് ഉണ്ടാവും. സോ അതിലൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം ഐ എം ചിൽ, ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. സോ അത് CDAൻ്റെ ഒരു യൂണിക് പോയിൻ്റാണ് സ്പീക്കപ്പ് സെഷൻസ്. ആൻഡ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ വീവർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പ്രസൻറ്റേഷൻ സ്കിൽസ് ഒക്കെ വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്തിട്ട്. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്.